ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാട്ടോ. അപ്പം മൂന്നാർ യാത്രയുടെ 2 ഭാഗങ്ങൾ ഞാൻ നേരത്തെ വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. മൂന്നാർ ടീ മ്യൂസിയവും അതുപോലെ തന്നെ ലക്കം വാട്ടർഫോൾസിൻ്റെ വീഡിയോയും ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമ്മൾ ആ മൂന്നാർ യാത്രയുടെ ബാക്കി വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് മൂന്നാറിൽ നിന്നും മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ റൂട്ടിലാണ്. അപ്പോൾ മൂന്നാറിൽ കുറഞ്ഞ ചിലവിൽ വൺ ഡേ ട്രിപ്പായിട്ട് വരുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് പാക്കേജാണ് KSRTCയുടെ സൈറ്റ് സീയിങ് സഫാരി പാക്കേജ്. അപ്പോൾ KSRTC പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു പാക്കേജ് ഉള്ളത്. അപ്പോൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ, കാന്തല്ലൂർ, അതുപോലെ തന്നെ ചതുരംഗപ്പാറ, ഈ ഒരു 3 സ്ഥലങ്ങളിലേക്കാണ് അവർ പ്രധാനമായിട്ടും ഈ ഒരു സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് മുൻപായിട്ട് മൂന്നാർ KSRTC സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് സീയിങ് സഫാരി വഴി നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് ആസ്വദിക്കാം. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് 300 രൂപയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ വൺ ഡേ ട്രിപ്പായിട്ട് മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ KSRTC യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ KSRTC യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ രാവിലെ മൂന്നാറിൽ 9 മണിക്ക് മുൻപായിട്ട് എത്തിച്ചേരണം. അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. KSRTC കൂടാതെ കുറഞ്ഞ ചിലവിൽ ഓട്ടോ ടാക്സികളും ഇവിടെ ഇതുപോലെ വൺ ഡേ ട്രിപ്പായിട്ട് സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കാന്തല്ലൂർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന മെയിൻ സ്പോട്ടുകളാണ് ഇരവിക്കുളം നാഷണൽ പാർക്ക്, ലക്കം വാട്ടർഫോൾ, അതുപോലെ തന്നെ കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടം എന്നിവയെല്ലാം ഇവരുടെ സൈറ്റ് സീയിങ് സഫാരിയിൽ ഉൾപ്പെടുന്ന പാക്കേജുകളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ ടൈമിൽ ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര മഴ ടൈമായിരുന്നു. നന്നായിട്ട് മഴയും കോടമഞ്ഞും എല്ലാം ഉള്ള ഒരു ടൈമിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറയൂർ ചെന്നിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. കാന്തല്ലൂരിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. നല്ല മഴയുള്ള ടൈം ആയതുകൊണ്ട് വഴിയൊക്കെ കുറച്ച് മോശമായതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അതുകൊണ്ട് നമ്മുടെ യാത്ര മറയൂർ വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പം മറയൂർ വരെയുള്ള നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറയൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മറയൂർ യാത്രയിൽ ഇരുവശങ്ങളിലും ഇതുപോലെ ചന്ദനത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം ചന്ദന മരങ്ങളാട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയുള്ള ചന്ദന മരങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ കേരള ഫോറസ്റ്റിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മരങ്ങളുടെ ഇല പോലെ എടുക്കാൻ പാടില്ല. അപ്പോൾ അത്രയും ഒരു സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവരിവിടെ ഈ ഒരു മരങ്ങളൊക്കെ സംരക്ഷിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ചന്ദന മരങ്ങൾക്ക് ഇടയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാട്ടുപോത്തുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറേ വന്യജീവികളും ഒക്കെ ഉള്ളൊരു തോട്ടമാണ്. അപ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളും എല്ലാം നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ചന്ദനമരത്തോട്ടങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെത് ആ ഒരു ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുകൂടാതെ ഈ ഒരു പ്രദേശം ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മൾ കുറേ ബോർഡുകൾ കണ്ടിരുന്നു. പക്ഷെ നമ്മൾ ആനയൊന്നും കണ്ടില്ല. പക്ഷേ കുറേ ബോർഡുകളെല്ലാം കണ്ടിരുന്നു. അപ്പോൾ ഇതിനുള്ളിലായിട്ട് നമ്മൾ ഒരു ശർക്കര ഫാക്ടറി കണ്ടിരുന്നു. പക്ഷേ ആ ഒരു ഫാക്ടറി തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ആ ഒരു ശർക്കര ഫാക്ടറി അവിടെ കണ്ടിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതാ ഇങ്ങനെ ഏക്കറുകളോളം ഇതുപോലെ
ചന്ദനത്തോട്ടങ്ങളാട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു ചന്ദനത്തോട്ടങ്ങൾ കാണാനായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചന്ദനത്തോട്ടങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ചന്ദനത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര മനോഹരമാട്ടോ. അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, ഇതുപോലെ മനോഹരമായിട്ടുള്ള ചന്ദനത്തോട്ടങ്ങളും ഉണ്ട്. അപ്പോൾ മൂന്നാർ മറയൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്കിതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാട്ടോ. അങ്ങനെ മനോഹരമായ ചന്ദനത്തോട്ടങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ ആസ്വദിച്ച് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ചോളം കൃഷി ചെയ്തിരിക്കുന്നതാട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ മനോഹരമായിട്ട് ചോളമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ നെല്ലൊക്കെയാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ ഇലകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചോളം കൃഷി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ചോളം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഫുൾ നമ്മൾ ഇടുക്കിയിലൂടെ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു കൃഷി രീതികളും എല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാട്ടോ. കാരണം ഇത്രയും ഒരു മലയുടെ മുകളിൽ ഇതുപോലെ തേയിലയും ചോളവും എല്ലാം കൃഷി ചെയ്യുക എന്ന് വെച്ചാൽ നല്ല അധ്വാനമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ റെസ്പെക്റ്റ് തോന്നും. ഇത്രയധികം പണിയൊക്കെ എടുത്തിട്ടാണ് അവർ ഈ ഒരു സ്ഥലങ്ങളൊക്കെ, ഈ ഒരു തേയിലത്തോട്ടങ്ങളും ചോളങ്ങളും എല്ലാം നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ ആ ഒരു എഫേർട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറയൂർ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മറയൂർ ശർക്കര, അതുപോലെ മറയൂരിൽ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുമേ. അപ്പോൾ അങ്ങനെ നമ്മൾ മറയൂർ യാത്രയിൽ നമ്മളൊരു സിപ്പ് ലൈൻ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സിപ്പ് ലൈൻ കണ്ടപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒന്ന് നിർത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും സിപ്പ് ലൈൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഒരു പേടിയുള്ള ആളാണ്. അപ്പോൾ ഈ 2023 എൻ്റെ കുറേ പേടികൾ എനിക്ക് ഓവർകം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്തായാലും സിപ്പ് ലൈനിൽ കയറുമെന്ന് പ്രതിജ്ഞ എടുത്താണ് ഞാൻ സിപ്പ് ലൈനിൽ കയറിയത്. അപ്പോൾ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ പേടി കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പേടി കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ മനസ്സിലായി. അപ്പോൾ ഈ ഒരു യാത്ര എനിക്ക് വളരെ പേഴ്സണലി എനിക്ക് വളരെ നല്ലൊരു അനുഭവം സമ്മാനിച്ച യാത്രയാണ്. അപ്പോൾ 2023 എൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റും അതുപോലെ എൻ്റെ ലൈഫിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം കൂടിയായിരുന്നു ഈ ഒരു സിപ്പ് ലൈൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു സിപ്പ് ലൈന് വരുന്ന ചാർജ് 500 ആണ്. 2 സൈഡ് കൂടിയാണ് 500, 1 സൈഡിന് 250 ആണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ലൈഫിൽ സിപ്പ് ലൈനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, എന്നെപ്പോലെ പേടി കൊണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതൊന്ന് ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോഴോ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സിപ്പ് ലൈനിൽ കയറുമ്പോൾ അവർ നമുക്ക് സേഫ്റ്റി ജാക്കറ്റും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ആ ഒരു സിപ്പ് ലൈനിലേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ടാണ് നമ്മുടെ ആ ഒരു ഇത്. നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏറ്റവും പേടി അച്ഛനും അമ്മയ്ക്ക് ഈ ഒരു റോപ്പ് പൊട്ടി താഴത്തേക്ക് വീഴുമെന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ പേടിയോ ഒന്നുമില്ല. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
അപ്പം ഞാൻ ഈ വീഡിയോയിൽ സിപ്പ് ലൈൻ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോക്കണമെന്നൊന്നും പറയില്ല. നമുക്ക് ഇങ്ങനെ കയറണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എല്ലാവരും പോയിട്ട് ഇനി സിപ്പ് ലൈനിൽ പോയിട്ട് ചെറിയ കുട്ടികൾ പോയിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് ആ ചേച്ചി പറഞ്ഞ് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് പറയരുതേ. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ആഗ്രഹം അച്ചീവ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര മറയൂരിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഞാൻ മുൻപേ പറഞ്ഞിരുന്നു നമ്മൾ കാന്തല്ലൂർ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കാന്തല്ലൂർ ഭാഗത്തൊക്കെ കോടമഞ്ഞും അതുപോലെ മഴയുമായിട്ട് നമുക്ക് ആ ഒരു റോഡിലൂടെയുള്ള യാത്ര നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മൂന്നാർ മറയൂർ യാത്രയിലെ വിശേഷങ്ങൾ. വളരെ മനോഹരമായ അനുഭവങ്ങൾ സമ്മാനിച്ച യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മനോഹരമായ യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും മനോഹരമായ ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു യാത്രയുടെ വിശേഷവുമായി വീണ്ടും കാണാം.